ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ICDS സൂപ്പർവൈസറിന്റെ സിലബസ് മാറുമോ ഇല്ലയോ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പ്രതിപാദിക്കുന്നത്. ശ്രദ്ധിക്കുക, 2024 അവസാനമായിട്ട് ICDS സൂപ്പർവൈസറിന്റെ എക്സാം നടന്നത്. ആ എക്സാമിന് വേണ്ടിയിട്ട് മാസ്റ്റർ കി അക്കാഡമി 2021 ICDS സൂപ്പർവൈസറിന്റെ സിലബസ് പ്രകാരമായിരുന്നു ക്ലാസ്സുകൾ ഫുള്ള് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 2024 എക്സാമിനോട് അടുത്തപ്പോഴത്തേക്കും സിലബസ് വന്നപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. 2021 സിലബസിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ 2024 സിലബസ് വന്നപ്പോൾ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ 2027 നടക്കാൻ പോകുന്ന എക്സാമിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ 2024 വന്ന സിലബസിൽ നിന്ന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ കരുതി നമുക്ക് മുന്നോട്ട് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് 2024 സിലബസ് എങ്ങനായിരുന്നു എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. പാർട്ട് 1 സോഷ്യോളജി ആണ്. 25 മാർക്കിന് സോഷ്യോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അതിൻ്റെ അകത്ത് മൊഡ്യൂൾ 1 പറയുന്നത് ബേസിക്സ് ഓഫ് സോഷ്യോളജി ആണ്. കീ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ്, നേച്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫാമിലി, ടൈപ്സ് ഓഫ് ഫാമിലീസ്, ചേഞ്ചിങ് റോൾ ഓഫ് ഫാമിലി കണ്ടോ. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 നിന്നും സോഷ്യൽ പ്രോബ്ലംസ് ആണ് വരുന്നത്. സോഷ്യൽ പ്രോബ്ലംസ്, ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ആൽക്കഹോളിസം, ഡൗറി ആൻഡ് ഡൗറി ഡെത്ത്, ഡ്രഗ് അഡിക്ഷൻ തുടങ്ങിയ സോഷ്യൽ പ്രോബ്ലംസ് ആണ് മൊഡ്യൂൾ 2 നിന്ന് വരുന്നത്. അപ്പം മൊഡ്യൂൾ 1 ബേസിക്സ് ഓഫ് സോഷ്യോളജി 4 മാർക്കിനായിരിക്കും ചോദ്യം വരുന്നത്. മൊഡ്യൂൾ 1 നിന്നും 4 മാർക്കിനായിരിക്കും ചോദ്യം വരുന്നത്. മൊഡ്യൂൾ 2 നിന്നും 6 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി പറയാം ചൈൽഡ് ലേബർ, ചൈൽഡ് അബ്യൂസ് ആൻഡ് ഡെലിൻക്വൻസി, വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ, പ്രോബ്ലംസ് ഓഫ് ദ എൽഡർലി, പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 2 നിന്നും വരുന്നത്. അപ്പോൾ ഇപ്പോൾ 6, 4, 10 മാർക്കിനുള്ള ടോപ്പിക്ക് സോഷ്യോളജിയിൽ നിന്നായി അല്ലേ. മൊഡ്യൂൾ 3 വരുന്നു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് മൊഡ്യൂൾ 3 അല്ലേ. അതിൻ്റെ അകത്ത് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്, കൺസ്യൂമറിസം, റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 3 നിന്നും, സോഷ്യോളജിയിലെ മൊഡ്യൂൾ 3 നിന്നും വരുന്നത്. അടുത്ത മൊഡ്യൂൾ 4 വുമൺ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. വുമൺ ആൻഡ് ഡെവലപ്മെന്റ് അതിൻ്റെ അകത്ത് ഏതൊക്കെ ടോപ്പിക്കാണ്? വുമൺ ഇൻ ഗവേണൻസ്, ജെൻഡർ ഇഷ്യൂസ്, എംപവർമെന്റ് ഓഫ് വുമൺ, പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, വുമൺ ഇൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG. അതും എത്ര മാർക്കിനാണ് വരുന്നത്? 6 മാർക്കിനാണ് വരുന്നത്. എത്ര മാർക്കിനാണ് വരുന്നത്? 6 മാർക്കിന്. അപ്പം 4 മൊഡ്യൂളായി അല്ലേ. അടുത്ത 5ാമത്തെ മൊഡ്യൂൾ എന്താണ്? ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻസ് ICDS പ്രോഗ്രാംസ് ഉണ്ടോ. അതിൽ വരുന്നതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ, ഒബ്സർവേഷൻ ടെക്നിക്സ്, ഇന്റർവ്യൂ ഷെഡ്യൂള്, ക്വസ്റ്റ്യനെയർ, അതുപോലെ തന്നെ കേസ് സ്റ്റഡി മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് വരുന്നത്. എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് വരുന്നത് അല്ലേ. അപ്പൊ നോക്കി, അപ്പൊ സോഷ്യോളജിയിൽ നിന്ന് ടോട്ടൽ എത്രയാണ്? 25 മാർക്കിനാണ് ചോദ്യം വരുന്നത് സോഷ്യോളജിയിൽ നിന്ന്. നിങ്ങൾ നോക്കുക, അപ്പൊ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 4 മാർക്ക്, 2ാമത്തെ മൊഡ്യൂളിൽ 6 മാർക്ക്, അടുത്ത മൊഡ്യൂളിൽ 4 മാർക്ക്, 4ാമത്തെ മൊഡ്യൂളിന് 6 മാർക്ക്, ലാസ്റ്റ് 5ാമത്തെ മൊഡ്യൂളിന് 5 മാർക്ക്. അങ്ങനെ 25 മാർക്കിനാണ് സോഷ്യോളജിയിൽ നിന്നുള്ള ചോദ്യം വരുന്നത്. ഇനി അടുത്ത പാർട്ട് 2 വരുന്നതാണ് സോഷ്യൽ വർക്ക്. സോഷ്യൽ വർക്കിലും എത്ര മാർക്കിന് തന്നെയാണ് ചോദ്യം വരുന്നത്? 25 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 1 ഏതാണ്? സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ. എത്ര മാർക്കിനാണ് ചോദിക്കുന്നത് നോക്കി? 5 മാർക്കിനാണ് ചോദിക്കുന്നത്. എത്ര മാർക്കിനാണ്? 5 മാർക്കിന് അല്ലെ. സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ കണ്ടോ. ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക്, ഡിഫറൻഷിയേഷൻ ഓഫ് സോഷ്യൽ സർവീസ് ആൻഡ് സോഷ്യൽ വർക്ക്, ഐഡിയോളജീസ്, വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ്,
അതുപോലെ തന്നെ വർക്ക് പ്രൊഫഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക്, IFSW, IASSW, NAPSWI തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 1-ൽ നിന്നും, സോഷ്യൽ വർക്കിന്റെ മൊഡ്യൂൾ 1-ൽ നിന്നും വരുന്നത്. ഓക്കെ, സോഷ്യൽ വർക്കിന്റെ രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നതാണ് പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്. ഇതാണ് പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്. എത്ര മാർക്കിനാണ്? 8 മാർക്കിനാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് അല്ലെ. സോഷ്യൽ കേസ് വർക്ക്, കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, പ്രോസസ്സ്, സ്കിൽസ് ആൻഡ് സ്കോപ്പ്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, അതും അതേപോലെ തന്നെ കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ, പ്രോസസ്സ്, സ്കിൽസ് ആൻഡ് സ്കോപ്പ്. അടുത്ത കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, അതും അതിൻ്റെ കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ, പ്രോസസ്സ്, സ്കിൽസ് ആൻഡ് സ്കോപ്പ്. ഓക്കെ, 8, 5, 13 മാർക്കായല്ലോ. മൂന്നാമത്തെ മൊഡ്യൂൾ ഏതാണ്? സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? അത് അവിടെയും വരുന്നത് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, പ്രോസസ് ആൻഡ് സ്കോപ്പ്. ഇനി സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച് തുടങ്ങിയ ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. ക്വാളിറ്റേറ്റീവ് ഡിസൈൻസ്, ക്വാളിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസ്. അത് എത്ര മാർക്കിനാണ്? 8 മാർക്കിനാണ് വരുന്നത്. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി 4 മൊഡ്യൂളാണ് സോഷ്യൽ വർക്കിൽ വരുന്നത്. സോഷ്യോളജിയിൽ 5 മൊഡ്യൂൾ ഉണ്ടായിരുന്നു, സോഷ്യൽ വർക്കിൽ 4 മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂൾ എന്താണ്? സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ. സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ എത്ര മാർക്കിനാണ്? 4 മാർക്കിനാണ്. അപ്പോൾ ടോട്ടൽ 25 മാർക്കായി. കണ്ടോ, 8, 8, 16, 4, 25, 25 മാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ, അതായത് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്, അതുപോലെ തന്നെ JJ സിസ്റ്റംസ്, CWC, JJB, DCPU, അതുപോലെ തന്നെ ICDS, കാവൽ പ്ലസ്, പോഷൻ അഭിയാൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ് നാലാമത്തെ മൊഡ്യൂളിൽ നിന്ന്, സോഷ്യൽ വർക്കിൻ്റെ നാലാമത്തെ. ഇപ്പോൾ ടോട്ടൽ 50 മാർക്കായി അല്ലേ? സോഷ്യോളജിയും സോഷ്യൽ വർക്കും കഴിഞ്ഞു. അടുത്ത പാർട്ട് 3 ആണ് ഏതാ? സൈക്കോളജി എത്ര മാർക്കുണ്ട്? 25 മാർക്കിന് സൈക്കോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അറ്റൻഷൻ അല്ലേ? അറ്റൻഷൻ്റെ അകത്ത് കുറേയധികം ടോപ്പിക്സ് ഉണ്ട്. വിജിലൻസ്, സെലക്റ്റീവ് അറ്റൻഷൻസ്, ഡിവൈഡഡ് അറ്റൻഷൻസ്, സസ്റ്റൈൻഡ് അറ്റൻഷന്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് അറ്റൻഷൻ, കോൺഷ്യസ്നെസ് ആൻഡ് അറ്റൻഷൻ, അങ്ങനെ തുടങ്ങിയ ടോപ്പിക്കുകളാണ് മൊഡ്യൂൾ 1-ലുള്ളത്. അത് വെറും 2 മാർക്കിനാണ് അതിൽ നിന്നുള്ള ചോദ്യം വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂളാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ നോക്കി, പെർസെപ്ഷൻ അതുപോലെ തന്നെ നേച്ചർ ഓഫ് പെർസെപ്ഷൻ, പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആൻഡ് കോൺസ്റ്റൻസീസ്, ഡെപ്ത് പെർസെപ്ഷൻ, ബോട്ടം അപ്പ് ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് തുടങ്ങിയ കാര്യങ്ങൾ. അതും എത്ര മാർക്കിന് തന്നെയാണ്? 2 മാർക്കിനാണ് വരുന്നത്. നോക്കി, അപ്പോൾ സൈക്കോളജിയുടെ ആദ്യ 2 മൊഡ്യൂളിൽ 2 മാർക്കിന് വീതമാണ് ചോദ്യം വരുന്നത്. മൊഡ്യൂൾ 3 വരുന്നത് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്. ആ മെമ്മറി ആൻഡ് ഫോർഗെറ്റിങ്ങിലും അതിൻ്റെ അകത്ത് മോഡൽസ് ഓഫ് മെമ്മറി, അറ്റ്കിൻസൺ ആൻഡ് ഷിഫിൻ മോഡൽ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ, വർക്കിംഗ് മെമ്മറി മോഡൽ, അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ തിയറി, ഇന്റർഫിറൻസ് തിയറി, DK തിയറി, ക്യൂ ഡിപ്പെൻഡന്റ്, ഫോർഗെറ്റിംഗ്, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് മെമ്മറി ആൻഡ് ഫോർഗെറ്റിങ്ങിൽ വരുന്നത്. അതും 2 മാർക്കിനാണ്. ഇപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 6 മാർക്കേ ആയുള്ളൂ, പക്ഷെ 3 മൊഡ്യൂളായി അല്ലേ? നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് നാലാമത്തെ മൊഡ്യൂൾ വരുന്നത്. അഞ്ചാമത്തെ മൊഡ്യൂൾ തിങ്കിങ് ആണ്. ആറാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ആണ്. ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മോട്ടിവേഷൻ, ഇൻസ്റ്റിങ്ക്റ്റ് തിയറി ആൻഡ് എത്തോളജി, ഹോമിയോസ്റ്റാറ്റിസ് ആൻഡ് അറൗസൽ തിയറി, ബയോളജിക്കൽ നീഡ്സ് ആൻഡ് ഡ്രൈവ് റിഡക്ഷൻ, അങ്ങനെ കുറേ സൈക്കോളജിക്കൽ തിയറീസ് വരുന്ന മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്ന് പറയും. അതും എത്ര മാർക്കിന് തന്നെയാണ്? 2 മാർക്കിനാണ് അല്ലേ? അപ്പോൾ 6 മൊഡ്യൂളായല്ലോ, 6 മൊഡ്യൂൾ 12 മാർക്കിനുള്ളായി. ഏഴാമത്തെ മൊഡ്യൂൾ എന്താണ്? ലേണിംഗ് ആണ്. ലേണിംഗ് അല്ലേ? അതും 2 മാർക്കിനാണ്, 14 മാർക്കായല്ലോ. എട്ടാമത്തെ മൊഡ്യൂൾ ഏതാണ്? പേഴ്സണാലിറ്റി ആണ്. അത് 4 മാർക്കിനാണ് വന്നിരിക്കുന്നത്. സൈക്കോളജിയിൽ 4 മാർക്കിന് പേഴ്സണാലിറ്റി. ഡെഫിനിഷൻ ഉണ്ട്, ഡൈനാമിക് ഉണ്ട്, പെർസ്പെക്റ്റീവ്, ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂനാലാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ജംഗ്, ആൽഫ്രഡ്, അങ്ങനെ കുറേ അധികം ടോപ്പിക്കാണ്
പേഴ്സണാലിറ്റിയിൽ നിന്നും വരുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് അതിന് 4 മാർക്കാണ്. അപ്പോൾ 14 4 18 മാർക്കാണ് അല്ലേ. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് സോഷ്യൽ പെർസെപ്ഷൻ ആണ്. നമ്മൾ നേരത്തെ ഒരു പെർസെപ്ഷൻ പറഞ്ഞായിരുന്നു, ഇത് സോഷ്യൽ പെർസെപ്ഷൻ. സോഷ്യൽ സെൽഫ്, സോഴ്സസ് ഓഫ് സെൽഫ് നോളജ്, ആസ്പെക്ട്സ് ഓഫ് സെൽഫ് നോളജ്, സെൽഫ് സ്കീംസ്, അതുപോലെ തന്നെ സെൽഫ് ഡിസ്ക്രിപ്പൻസീസ്, സെൽഫ് റെഗുലേഷന്, സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് എസ്റ്റീം തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യൽ പെർസെപ്ഷൻ്റെ അകത്ത് വരുന്നത്. 3 മാർക്കിനാണ്. അപ്പം 18 3 21 മാർക്കുള്ള 10ാമത്തെ മൊഡ്യൂള് സൈക്കോ പതോളജിയാണ്. സൈക്കോ പതോളജിയും 4 മാർക്കിനാണ് ചോദ്യം വരുന്നത്. MSc, MMSc, അതുപോലെ തന്നെ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, കോമൺ സയൻസ് ആൻഡ് സിംറ്റം ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്, പെർവാസീവ് ആൻഡ് സ്പെസിഫിക് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് 10ാമത്തെ മൊഡ്യൂൾ, സൈക്കോളജിയുടെ 10ാമത്തെ മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ 25 മാർക്കിന് സൈക്കോളജിയും ഉണ്ട്. ഇനി അടുത്ത വരുന്നത് പാർട്ട് 4 ആണ്. അത് കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ് ആണ്. അതും 25 മാർക്കിനായിരിക്കും ചോദ്യം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മൊഡ്യൂൾ 1 നിന്ന്, മൊഡ്യൂൾ 1 എന്താണ്? ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. 12 മാർക്കിനാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ നിന്നുള്ള ചോദ്യം വരുന്നത് അല്ലേ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഇൻ ചിൽഡ്രൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, തിയറീസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 വരുന്ന ചൈൽഡ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷൻ 8 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ 12 തൊട്ട് 20 മാർക്കായി അല്ലേ. ന്യൂട്രീഷണൽ നീഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ, ഇമ്പാക്റ്റ് ഓഫ് maternal nutrition on child health, nutritional requirements for different stages of childhood, common nutritional deficiencies in children, strategies for promoting child and maternal nutrition അല്ലേ. 8 മാർക്കിനാണ് വരുന്നത് അല്ലേ. അപ്പോൾ മൊഡ്യൂൾ 3 വരുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്രോച്ചസ് ടു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, കരിക്കുലം ഡെവലപ്മെൻറ്റ് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ പ്രീ സ്കൂൾ സെറ്റിങ്സ്, റോൾ ഓഫ് എ സൂപ്പർവൈസർ ഇൻ മാനേജിങ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ടോട്ടൽ അവിടെ 20 7 27. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് 10 മാർക്കാണ് കേട്ടോ. അവർ 12 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 മാർക്കിനായിരിക്കും. 10 8 18 7 25 മാർക്ക്. അപ്പോൾ അങ്ങനെ 4 മൊഡ്യൂളായി അല്ലേ. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സയൻസ് ഓർ ഹോം സയൻസ്, എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ പാർട്ടിൽ നിന്നും 25 മാർക്കിന് വീതം, അങ്ങനെ 100 മാർക്കിനായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാസ്റ്റർ കീ അക്കാഡമിയിൽ ഇതാ ICDS സൂപ്പർവൈസറിൻ്റെ ക്ലാസ്സുകൾ ഈ വരുന്ന മെയ് മാസം ആദ്യ ആഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ താഴെ യൂട്യൂബ് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കും. നിങ്ങൾ ആ ലിങ്കിൽ കയറി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ICDS സൂപ്പർവൈസർ എക്സാമിന് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടൈം ബാച്ച്, ഒരു പുതിയ ബാച്ച് തന്നെയാണ് മാസ്റ്റർ കീ അക്കാഡമി ഈ മെയ് മാസം ആരംഭിക്കുന്നത്. മെയ് മാസം ആദ്യത്തെ ആഴ്ച തന്നെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ബൈ.